ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു പിടിയോളം ഉണക്കച്ചെമ്മീനുണ്ട്. അതേ അളവിൽ ആ ഒരു പിടി ഉണക്കച്ചെമ്മീൻ പോലെ ഒരു പിടി ഉള്ളിയും വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു വെളുത്തുള്ളിയുണ്ട്, ഒരു അര ടീസ്പൂൺ പെരുംജീരകം വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം അല്ലേ. ചെമ്മീനും അതിൻ്റെ ചെമ്മീൻ നന്നായിട്ട് കഴുകി 2-3 പ്രാവശ്യം കഴുകി അത് ഞാൻ ആ ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതും അരിഞ്ഞിട്ടു. വെളുത്തുള്ളി ഞാനൊന്ന് വെളുത്തുള്ളി വെച്ചിരിക്കുകയാണ്. ഒരു ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 പച്ചമുളകും കൂടെ കീറിയതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിൻ്റെ കുറച്ച് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. നമുക്കിനി ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ടിടാം. ഒരല്പം മഞ്ഞൾപ്പൊടി. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പണി വേറെയുണ്ട്. ഇടപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങാപ്പീരയാണ്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം നമുക്ക്. ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ആ പെരുംജീരകം അതിട്ട് കൊടുക്കുക. ഒരു ഉള്ളി ഞാൻ മാറ്റി വെച്ചിരുന്ന ആ ഉള്ളി, ഒരു വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഇതിനകത്തിട്ടിട്ട് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ചതാണ്. ഒരു 3/4 സ്പൂൺ കാണും, അത് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ. ഇതൊന്നും ചെറുതായിട്ട് മൂത്ത് വരണം. ഇത് മൂത്തിട്ടുണ്ട്, ഓഫ് ചെയ്യാണ്. ഇതൊന്ന് തണുത്തിട്ട് അരച്ചുകൊണ്ട് വരാം. തണുക്കട്ടെ കുറച്ച്. ഉണക്കച്ചെമ്മീനാണ്, നന്നായിട്ട് കഴുകി. പക്ഷെ ഇപ്പം നമുക്ക് ഉപ്പ് ഇല്ല. അത് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു ആദ്യം. വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതെന്ന് വെച്ച്. പക്ഷെ ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടുണ്ട്, കല്ലുപ്പാണ്. ആവശ്യത്തിന് നോക്കിയിട്ടിടാം. ഇത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എടുത്ത് വറുത്തൊക്കെ വെച്ചതില്ലേ, അത് അരച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇതിലോട്ട് ഇടണം, ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണമെന്നില്ല, ഒന്ന് കുറുകിയ പാത്രമെടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ജാറ് കഴുകിയ വെള്ളം മതി. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ ഇടാം. പക്ഷെ അത് ആദ്യമേ ഇടണം. നമ്മളിതൊക്കെ വേവിക്കുന്നതില്ല. ഇപ്പം ഞാൻ ടൊമാറ്റോ ഇടുന്നില്ല. പകരം ടൊമാറ്റോ സോസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ സോസാണ്. അത് ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഹോം മെയ്ഡ് സോസ്. നമുക്കിതൊന്ന് താളിക്കണം. അപ്പം നിങ്ങൾ ജീരകം ഇടുമ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർ കുറച്ചിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾ എരിവൊക്കെ ഇടാം. കുരുമുളക് വേണമെങ്കിൽ ഇടാം. ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല. കുരുമുളക് ഇടാം ഉണ്ടാക്കുമ്പോൾ. 2 ഉള്ളി എടുത്തിരിക്കുകയാണ് താളിക്കാനായിട്ട്. 2 ഉണക്കമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് താളിക്കാനായിട്ട്. വെച്ചിരിക്കുകയാണ്, പാത്രം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക്, അല്പം കടുകിടാം. ചട്ടി ചൂടായി വരുവാണ്. ഒരു നുള്ളു കടുക് ഇടുന്നിടാം. ഞാൻ കടുക് അധികം ഉപയോഗിക്കാതിരിക്കും ആവുന്നത്. ഇത് നമ്മൾ 2 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. 2 മുളകും
ഇഞ്ചി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. കറിവേപ്പില ഇത് നമുക്ക് അങ്ങോട്ടിടാം. ഇതിൻ്റെ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. വെള്ളം കുറുകിയിരിക്കണമെങ്കിൽ കുറുകിയിരിക്കാം, അതല്ല എങ്കിൽ വെള്ളം നീട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഉണക്കച്ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ലതാണിത്, ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് നല്ലതാണ്. നോക്കട്ടെ. നല്ല ഞണ്ട് കറിയുടെയൊക്കെ ഒരു സ്വാദുണ്ട്, നല്ല സ്വാദം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണക്കച്ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ കറി എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് കാണണം, കണ്ട് ഷെയർ ചെയ്യണം. വളരെ കുറച്ച് പേര് എൻ്റെ ഇത് കാണുന്നുള്ളൂ, എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോഴേ അറിയാൻ പാടുള്ളൂ ഇതൊക്കെ കൊള്ളാമോ എന്ന്. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.